ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇന്ന് ഉള്ളി ഇല്ലാതെയാണ് ഞാനിവിടെ കറി ഉണ്ടാക്കുന്നത്. ഉള്ളിക്കൊക്കെ ഭയങ്കര വിലയാണല്ലോ. അപ്പോൾ ഇന്ന് ഉള്ളി ഇല്ലാതെ ഒരു ചിക്കൻ കറി എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നമുക്ക് വളരെ ഈസിയാണ്. മുറിക്കുകയും വഴറ്റിയും ഒന്നും വേണ്ട. ഞാൻ 1 കിലോ ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. കറി പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതൊന്ന് കഴുകിയിട്ട് ഊറ്റിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ തീരെ വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല. പിന്നെ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചി 4ആയിട്ട് മുറിച്ചിട്ട് അതും ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതും ഈ ജാറിലിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിതൊന്നും മുറിക്കുന്നില്ല, ഒക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ്. കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ട്. അതുപോലെ ഒരു തണ്ട് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് നമ്മളെ പെരുംജീരകമില്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. 1 ടീസ്പൂണ് ഗരം മസാല ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കശ്മീരി മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. കശ്മീരി മുളക് പൊടി ഇടുമ്പോൾ നമുക്ക് നല്ല കളറ് കിട്ടും കറിക്ക്, അധികം എരിവും ഉണ്ടാവില്ല. സാധാ മുളക് പൊടിയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതിയാവും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ തൈരും ഇടുന്നുണ്ട്. ചിക്കന് നല്ലൊരു മയം വരാൻ വേണ്ടിയിട്ടാണ് ഈ തൈര് ചേർക്കുന്നത്. ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് അരച്ചെടുക്കണം. പക്ഷേ അരച്ചെടുക്കാൻ നന്നായിട്ട് അരയ്ക്കേണ്ട. ഒരു 4-5 പ്രാവശ്യം ഒന്ന് പൾസ് മോഡിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി. അതായത് നമുക്ക് സ്മൂത്തായിട്ടല്ല ഇതിൻ്റെ വേണ്ടത്, ഒരു കോഴ്സ്ലി എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു തരിതരിപ്പായിട്ടുള്ളൊരു പാകത്തിലാണ് നമുക്ക് ഈ മസാല വേണ്ടത്. ഏകദേശം ഈ ഒരു പാകത്തിലാണ് ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുള്ളത്. നല്ല കളറുണ്ട് ഇതിന്, കാരണം കശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കശ്മീരി ചില്ലി ആയതുകൊണ്ട് തന്നെ വലിയ എരിവൊന്നും ഉണ്ടാവില്ല. സാധാ മുളക് പൊടിയാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ പകുതി അളവിലെടുത്താൽ മതി. ഞാൻ ഈ ചിക്കൻ പീസെല്ലാം ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഇടുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മസാലക്കൂട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൽ നമ്മൾ ഒന്നും വഴറ്റുകയോ അല്ലെങ്കിൽ മുറിക്കുകയോ ഒന്നും ചെയ്യേണ്ട ഒരു പണിയുമില്ല. ജസ്റ്റ് ഈ സാധനങ്ങളൊക്കെ ഒന്ന് മിക്സിയിലിട്ട് അരച്ചിട്ട് ഒന്ന് ചിക്കൻ പീസിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചാൽ തന്നെ നമ്മളെ പണി കഴിഞ്ഞ്. ഇനി നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ പണി തീർക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്കറിൽ ഉണ്ടാക്കാവുന്നതാണ്. കുക്കറിൽ ഒരു 2 വിസിലടിച്ചിട്ട് അതൊന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. നമ്മൾ ചെറിയ തീയിൽ, അതായത് മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിം അതിൻ്റെ ഇടയിൽ വരുന്ന രീതിയിൽ വേണം നമ്മളത് വേവിക്കാനായിട്ട്. ഹൈ ഫ്ലെയിം ആകുമ്പോൾ പെട്ടെന്ന് നമ്മളെ കറി വറ്റിപ്പോവും. പിന്നെ ചിക്കൻ വേവും വേണ്ട നമുക്ക്. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോഴേ നമ്മൾ എല്ലാ ഭാഗത്തും ചിക്കനൊക്കെ നല്ല പ്രോപ്പറായിട്ട് മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് ഇങ്ങനെ വെന്ത് വരുള്ളൂ. അപ്പം ഞാൻ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് ഒന്ന് വറ്റിച്ചിട്ടാണ്. കാരണം ഞാനിത് പൊറോട്ടയുടെ കൂടെ കഴിക്കാമെന്നുള്ള ഒരു പാകത്തിലാണ് ആക്കിയെടുക്കുന്നത്. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൺസിസ്റ്റൻസിയിൽ നിങ്ങൾക്ക് ആക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കരിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വെളിച്ചെണ്ണേൻ്റെ ഫ്ലേവർ ഇങ്ങോട്ട് വരും. ആ ലാസ്റ്റ് സമയത്ത് നമ്മൾ ഈ വെളിച്ചെണ്ണ ചേർക്കുന്നത് നമ്മുടെ ഒന്നുകൂടെ ഫ്ലേവേഴ്സൊക്കെ എൻഹാൻസ് ചെയ്തിട്ട് നിൽക്കും നമ്മളെ കറിയുടെ. അപ്പോൾ ഇതിപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ എല്ലാവർക്കും കണ്ടല്ലോ, ഇത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് കറി ഉണ്ടാക്കാൻ വേറെ ഒരു റെസിപ്പിയും കിട്ടില്ല. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യണം. പിന്നെ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഉള്ളി വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക്